ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഫൈൻഡേഴ്സ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് VMware എന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു വിൻഡോസിനുള്ളിൽ മറ്റൊരു വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങളുടെ സിസ്റ്റത്തിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് VMware എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന വെർഷൻ 15.5 എന്നുള്ളതിൻ്റെ താഴെ കാണുന്ന ഡൗൺലോഡ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളെ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി റൺ കൊടുക്കാം. ഇത് അത്യാവശ്യം ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായി ചോദിക്കുന്ന ലൈസൻസ് എഗ്രിമെൻ്റ് ആണ്. നമുക്ക് അക്സെപ്റ്റ് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായി കീബോർഡ് ഡ്രൈവേഴ്സ് ആണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തതായി യൂസർ സെറ്റിംഗ്സ് ആണ്. അത് ചെക്ക് പ്രോഡക്ട്സ് ഉണ്ട്, അത് അൺടിക്ക് ചെയ്യാം. ജോയിൻ VMware എന്നുള്ളതും അൺടിക്ക് ചെയ്യാം. നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യാം. ഇത് VMwareൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ലൈസൻസ് കീയും ചോദിക്കുന്നുണ്ട്, ഫിനിഷും ചോദിക്കുന്നുണ്ട്. ലൈസൻസ് കീയുടെ ക്രാക്ക് നെറ്റിലുണ്ട്, പക്ഷെ ഞാൻ ഫിനിഷാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ എടുക്കുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താലേ VMwareലെ പല ഫങ്ഷൻസും വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ പിന്നെ ഓപ്പൺ ആക്കിയപ്പോൾ കീയും ട്രയലും ഉണ്ട്. ഞാൻ ട്രയൽ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു. അടുത്തതായി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് VMwareൻ്റെ ഇൻ്റർഫേസ്. ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് VMwareൽ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ക്രിയേറ്റ് എ ന്യൂ വിർച്വൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ടിപ്പിക്കലും കസ്റ്റമും. ഞാൻ ടിപ്പിക്കൽ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. അടുത്തതായി ചോദിക്കുന്ന വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ISO ഫയൽ എവിടെയെന്നാണ്. അത് ഞാൻ ലേറ്റർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. അടുത്തത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് വിൻഡോസ് 3.1 തൊട്ട് വിൻഡോസ് 10 വരെ ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്തത് ലിനക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിനക്സിൻ്റെ OS ആയ കാലി, ഉബണ്ടു തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ അതേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ OS ആയ ആൻഡ്രോയിഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വിൻഡോസ് 10 64 ബിറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർച്വൽ മെഷീന് കൊടുക്കാനുള്ള നെയിം എന്താണെന്നാണ്. സെക്കൻഡായിട്ട് ചോദിക്കുന്നത് അത് എവിടെയാണ് ഫയൽ സേവ് ചെയ്യേണ്ടതെന്നാണ്. അത് നമുക്ക് ബ്രൗസ് കൊടുക്കാം. എൻ്റെ സിസ്റ്റത്തിൽ D ഡ്രൈവ് സെലക്ട് ചെയ്തു. വിൻഡോസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ കൊടുത്തു. അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് എത്രയെന്നാണ്. ഞാനത് 60 തന്നെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പാർട്ടീഷൻ്റെ സൈസ് അനുസരിച്ച് 10 GB തൊട്ട് എത്ര GB വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മൾട്ടി ഫയൽസ് എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർച്വൽ മെഷീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഹാർഡ് ഡിസ്ക് എത്രയാണ്, റാം എത്രയെന്നാണ്. ഞാൻ ഫിനിഷ് കൊടുത്തു. വിൻഡോസ് 10 വെർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ നിങ്ങൾ ആദ്യം കൊടുത്ത സെറ്റിങ്സ് എന്താണെങ്കിലും ഇവിടെ മാറ്റാൻ പറ്റും. റാം നിങ്ങളുടെ സിസ്റ്റത്തിലെ റാമിൻ്റെ സൈസ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും. 8 GB റാം ഉണ്ടെങ്കിൽ നമുക്ക് വെർച്വൽ മെഷീന് മാക്സിമം 6 GB റാമേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് CD ഡ്രൈവ് സെലക്ട് ചെയ്യാം. അതിൽ ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. വിൻഡോസ് 10ൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാനോ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാനോ അറിയാത്തവർ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വിർച്വൽ മെഷീൻ്റെ പവർ ഓൺ ചെയ്യാം. നമ്മളെ വിർച്വൽ മെഷീനിൽ വിൻഡോസ് 10ൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തു.
വിർച്വൽ മെഷീനിലെ വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അടുത്തതായി വേണ്ടത് VMwareൻ്റെ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. വിർച്വൽ മെഷീൻ്റെ നെറ്റ്വർക്ക് ഓഫാണ്. അത് ഓണാക്കാനായിട്ട് ബോട്ടം റൈറ്റ് സൈഡിലെ നെറ്റ്വർക്കിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം. റൺ VMware സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷനാണ് ഈ ചോദിക്കുന്നത്. നമുക്ക് യെസ് കൊടുക്കാം. VMware ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഡിസ്പ്ലേ ഡ്രൈവേഴ്സും ഓഡിയോ ഡ്രൈവേഴ്സും ക്ലിയർ ആയിട്ട് വിർച്വൽ മെഷീനകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് കൊടുക്കാം. ടിപ്പിക്കലി തന്നെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുക്കാം. അടുത്തതായി സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കാം. അടുത്തതായി നമ്മുടെ സിസ്റ്റത്തിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ VMwareൻ്റെ ബോട്ടം റൈറ്റ് സൈഡിലുള്ള USB ഐക്കൺ സെലക്ട് ചെയ്ത് കണക്റ്റ് കൊടുക്കാം. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ USB കണക്റ്റ് ആയിട്ടുണ്ട്. ഈ വെർച്വൽ മെഷീനിൽ ഞാൻ വിൻഡോസ് 10 തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. നിങ്ങൾക്ക് വിൻഡോസ് 7 8 അല്ലെങ്കിൽ ലിനക്സിൻ്റെ തന്നെ കാലി ലിനക്സോ ഉബുണ്ടുവോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ആ ടൈമിൽ തന്നെ കിട്ടാനായിട്ട് ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക.